എന്ത് പറ്റിയോടോ ബ്രസീലിന്? എന്ത് പറ്റി? അതാ ഞാൻ ആലോചിക്കുന്നത്. ഇന്നലത്തെ കളിയെ കണ്ടപ്പോയി. കാരണം ബ്രസീലിന് ഒരുപാട് ചാൻസുകൾ കിട്ടി. പക്ഷെ ഗോളടിച്ചത് ഹലാല അന്ന് തന്നെ പല പേര്. കാരണം ബ്രസീലൊന്നും ഇങ്ങനെ അല്ലായിരുന്നു അല്ലേ? ആലോചിച്ച് നോക്ക്. ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ നെയ്മർ വെറുതെ പ്രാവശ്യം വേൾഡ് കപ്പിൽ ഇറങ്ങിയതാണ്. അതിനൊരു പാത്തിരുന്നാൽ മതിയിരുന്നു. അതിനെല്ലാവരും കൂടി വെച്ചു കൊടുത്തത്. എന്നാൽ ശരിക്കും കളിക്കാൻ പറ്റില്ല, ആകെ പരിക്കാണ്. കളിച്ചു നോക്ക്. ഒരു കണക്കിന് ആദ്യം പോയത് നന്നായി. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ആദ്യമേ പോയത്. എന്താ ചെയ്യുക? നാട്ടിലത്തെ ബ്രസീൽ ഫാൻസിൻ്റെ ഒക്കെ അവസ്ഥ ആലോചിച്ചു നോക്കും. ഒരു ഐഡിയ ഇല്ല പ്രാവശ്യം ആരെ കപ്പെടുക്കുന്നു. ഒരു ഐഡിയ ഇല്ല. അർജൻറ്റീനയുടെ കളി കണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം. എന്തോ ഒരു ആരൊക്കെ വായും കൊണ്ട് തോന്നുന്നത് ജയിച്ച്. ആ കളി ആ ടീം വെച്ചിട്ട് ഈ ഫ്രാൻസിനോടൊക്കെ എങ്ങനെ മുട്ടുക? പിന്നെ ഭാഗ്യം കൂടി വേണമല്ലോ. ഇനിയൊരു തിരിച്ചു വരവ് ബ്രസീലിനുണ്ടാവില്ല. പിന്നെ വേറെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അർജൻറ്റീന ഇങ്ങനെ പോകണമെന്ന് നോക്കണ്ട. മെസ്സി കഴിഞ്ഞ് പിന്നെ ഡീപോള്, അൽവാരസ്, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ കാര്യമായിട്ട്. കാരണം ഇപ്പോൾ ഡീമറിയ പോയതിൻ്റെ നല്ലൊരു പ്രശ്നം ആ സൈഡ് കാണിക്കുന്നുണ്ട്. ലെഫ്റ്റ് ഫോർവേഡ് കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ മെസ്സി കൊണ്ട് പോയുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. സംഭവം പുതിയ കളിക്കാർ വരും, പക്ഷെ ഒന്ന് ക്ലച്ച് പിടിക്കണമെങ്കിൽ ഒരുപാട് ടൈം പിടിക്കും. അടുത്ത വേൾഡ് കപ്പ് ഒന്നും ഈ ക്വാർട്ടർ ഫൈനലൊന്നും മറ്റേ അർജൻറ്റീന എത്തുമെന്നും യാതൊരു പ്രതീക്ഷയില്ല. കാരണം ഇന്നിപ്പോൾ വളർന്നു വരുന്ന കുറേ ആഫ്രിക്കൻ ടീമുകളൊക്കെ ഉണ്ടല്ലോ, അവരെ കളി ഉണ്ടല്ലോ. അവരൊക്കെ അടുത്ത പ്രാവശ്യമൊക്കെ നോക്കും. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ വിളയാട്ടവും 2030 നോക്കിക്കോളി. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർത്തുവെച്ചോളി. ഈ ആദ്യ കളിയാണ് ആഫ്രിക്ക കമ്പനി ടീമാണ്. വേണ്ട, മൊറോക്കോ പോണ പോക്കോക്കി. മൊറോക്കോ എന്ത് പോക്കാ പോണേ? പ്രതീക്ഷിക്കുന്ന ടീം അത് ജർമ്മനി, അത് ഫസ്റ്റ് പോയി. പിന്നെ ബ്രസീലും പോയി. അല്ല, ബ്രസീലും അർജൻറ്റീന സെമി ഫൈനൽ കളിക്കണമെന്നല്ല എല്ലാ മറ്റേ ഫാൻസിൻ്റെ ആഗ്രഹം. എന്താ ചെയ്യുക? ഞാൻ ഇന്നലെ കളി കണ്ട്. ഞാനെന്താ കളി കാണുക? ഒന്ന് കണ്ണടിച്ച് തുറക്കുമ്പോണ്ട് നോർവ ഒന്നടിച്ച്, പിന്നെ കുറച്ച് നോക്കുമ്പോണ്ട് 2 അടിച്ച്. എന്ത് പായം കൊണ്ടുണ്ടാക്കിയ ലാസ്റ്റ് പെനാൽറ്റി. ശരി, എന്നാ നല്ല രീതിയിൽ കളിക്കട്ടെ അടുത്ത പ്രാവശ്യം.